സെന്റൻസ് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ നോക്കേണ്ട കാര്യമില്ല. ഇന്ന സെന്റൻസ് ആണെങ്കിൽ അതിന് ഇന്നതാണ് ടാഗ്. ലെറ്റ് ഹെർ, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് വിൽ യു ആണ്. സഹകാരി റൈസ് പ്ലസിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അല്ല, ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് അറിയണമെങ്കിൽ രണ്ട് കാര്യം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെ അറിയണമെന്ന് പറഞ്ഞു? ഒന്നാമത്തത് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണെന്നും സബ്ജക്റ്റിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗണുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കണം. അതായത് ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോനൗണുകളാണ് എപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഓക്സിലറി വെർബ് അറിയണമെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കണം. അതിനനുസരിച്ചാണ് ടാഗ് ചെയ്യേണ്ടത്. ഓക്സിലറിക്ക് രണ്ട് രൂപം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് രൂപവും രണ്ടാമത്തത് നെഗറ്റീവ് രൂപവും. എന്താണ് ഈ പോസിറ്റീവ് രൂപം? ഓക്സിലറി എങ്ങനെയാണോ പറയുന്നത് അത് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പോസിറ്റീവ് രൂപങ്ങൾ. എന്നാൽ തന്നിരിക്കുന്ന ഓക്സിലറിയോടൊപ്പം നോട്ട് ചേർത്ത് പറഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് രൂപം എന്ന് പറഞ്ഞു. മാറ്റമുള്ളത് മാത്രം ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. ആമിനോടൊപ്പം നോട്ട് ചേർന്ന് എന്ത് മാറ്റം വരും പറഞ്ഞോ? ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിൻ്റെ എന്നാണ്. വില്ലാണെങ്കിലോ വോണ്ടെന്നാണ്. ഷാളാണെങ്കിൽ ഷാൻഡ്. ക്യാൻ ആണെങ്കിൽ കാണ്ട്. യൂസ്ഡ് ടു ആണെങ്കിൽ എന്തെന്ന് പറയുന്നു? ഡിഡിൻ്റെ എന്ന് പറയുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് പോസിറ്റീവ് സെന്റൻസുകൾ. എന്ത് ടാഗ്? നെഗറ്റീവ് ടാഗ്. ഒരു സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാം. നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, നോ വണ്ണ്, നൈദർ, അതുപോലെ നില്ല്, അതുപോലെ തന്നെ സെൽഡം, റയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ലിറ്റിൽ, ഫ്യൂ. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം നെഗറ്റീവ്. എന്നാൽ ഈ വാക്കുകൾ വരാത്ത സെന്റൻസ് ആണെങ്കിൽ അതെല്ലാം എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് സെന്റൻസുകളായിട്ട് മാറുന്നു. ഇനി തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ്. എന്നോടൊപ്പം പറഞ്ഞു നോക്കണേ, അതിനാണ് ഈ പറയുന്നത്. നെഗറ്റീവ് ടാഗ്. നെഗറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. എങ്ങനെ പറയാം? ഓക്സിലറി വേർബ്, അത് കഴിഞ്ഞിട്ട് നോട്ട്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. തന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ്. എങ്ങനെ നമുക്ക് പോസിറ്റീവ് ടാഗ് പറയാം? പോസിറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അതേപോലെ ഓക്സിലറി ഇല്ലാത്ത സെന്റൻസിന് എങ്ങനെ ടാഗ് കണ്ടെത്താമെന്ന് പറഞ്ഞു. ഡു, ഡസ്, ഡിഡ് വെച്ചിട്ട് ടാഗ് കണ്ടെത്തണമെന്ന് പറഞ്ഞു. സബ്ജക്റ്റുകൾക്ക് മാറ്റം വരുന്ന സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞു. ദേ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, അതുപോലെ എവരിബഡി, എവരി വൺ, സം ഓഫ് ദം, ആൾ ഓഫ് ദം, മെനി ഓഫ് ദം. ഇങ്ങനെയുള്ള വാക്കുകൾ ഏത് വന്നാലും ഇവയ്ക്ക് പകരം ദേ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് പ്ലൂറലായി വരുന്ന സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് എന്താണെങ്കിൽ സിംഗുലാർ ആണെങ്കിൽ അവയുടെ പ്ലൂറലാക്കി വേണം ടാഗ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ദിസ്, ദാറ്റ്, ലിറ്റില്, എ ലിറ്റില്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്, ഇൻഫാന്റ്, ചൈൽഡ്, നെയിം ഓഫ് കൺട്രി, നെയിം ഓഫ് തിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കാം? ഇറ്റ് വെച്ച് ടാഗ് ചെയ്യാം. ഓക്കെ. അതുപോലെ ദീസ്, ദീസ് അല്ലെങ്കിൽ നമ്മൾ ഏത് പറഞ്ഞു? വണ്ണ് അല്ലെങ്കിൽ ദയർ. വൺ അല്ലെങ്കിൽ ദയർ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസുകളിൽ എന്ത് മാറ്റണ്ട? സബ്ജക്റ്റ് വണ്ണ് അല്ലെങ്കിൽ ദയർ തന്നെ ഉപയോഗിക്കാം. എന്നാൽ വൺ ബോയ്, വൺ ഗേൾ എന്നൊക്കെ ആണെങ്കിലോ ഹി അല്ലെങ്കിൽ ഷീ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പഠിക്കുന്നത് അടുത്ത ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം. വളരെ പ്രധാനപ്പെട്ട കുറേ ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരും. ശ്രദ്ധയോടെ കേട്ടിരുന്ന് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. എല്ലാവരും എന്നോടൊപ്പം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ നോട്ടൊന്ന് കുറിച്ചെടുത്ത് പഠിക്കുക. കാരണം അതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ PDF അവൈലബിലിറ്റി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവൈലബിൾ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് എന്ത് ചെയ്യുന്നൂടെ PDF-നകത്ത് കാണില്ല. കാരണം ഞാൻ എഴുതി പറയുന്ന കാര്യങ്ങൾ ചിലപ്പം PDF അതേപോലെയല്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, എഴുതിയെടുത്തോണേ. എന്നോടൊപ്പം ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. നോക്കിയേ, അപ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എഴുതും, ബോർഡിൽ എഴുതും. സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ബോർഡിൽ എഴുതും. അപ്പോൾ അഡീഷണൽ പോയിൻ്റൊക്കെ പറയണം തോന്നിയാൽ ഞാൻ ബോർഡിലാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. നോക്കിയോ, ശ്രദ്ധിച്ചേ. അതിൽ ടൈപ്പ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പാർട്ട് 2 ആണ്. നോക്കിയേ, ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് എങ്ങനെ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത്
ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ ടാഗ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ നോക്കിക്കോണേ, ഇനി നമ്മൾ കുറച്ച് പഠിക്കുന്നത് കോമൺ ടാഗുകളാണ്. കോമൺ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ നോക്കേണ്ട കാര്യമില്ല. ഇന്ന സെന്റൻസ് ആണെങ്കിൽ അതിന് ഇന്നതാണ് ടാഗ്. അതാണ് കോമൺ ടാഗുകൾ. സെന്റൻസ് നെഗറ്റീവ് പോസിറ്റീവ് നോക്കണ്ട, പിന്നെ അതേപോലെ ഓക്സിലറി വെർബ് അങ്ങനെയൊന്നും നോക്കണ്ട. ഇന്ന സെന്റൻസുകളുടെ ടാഗ് ഇന്നതാണ് എന്നർത്ഥത്തിൽ വരുന്ന ടാഗുകളെ കുറിച്ചാണ് നമ്മളിപ്പം നോക്കുന്നത്. കോമൺ ടാഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ ടെക്സ്റ്റുകളിൽ ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നോക്കിയേ, ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് എന്തെന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഒന്ന് പറഞ്ഞേ. വെർബിലോ അല്ല എങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്ക്, വെർബ് പ്ലീസ്, അതുപോലെ കൈൻഡിലി, അതുപോലെ ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം കുട്ടികളെ? ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഏതൊക്കെ വാക്ക് കുറച്ച് എന്നോടും പറഞ്ഞേ. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഏതൊക്കെയാണ്? വാക്ക്, ഈറ്റ്, ഡാൻസ്, സോൾവ്, ഇങ്ങനെയുള്ള വെർബുകൾ. അല്ലെങ്കിൽ പ്ലീസ് എന്ന വാക്കിൽ തുടങ്ങുന്ന സെന്റൻസ്, അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന വേർഡിൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇമ്പരേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ കുട്ടികളെ? നോക്കിയേ, പറഞ്ഞേ. വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇത്തരം സെന്റൻസുകളുടെ ടാഗ് വില്യു ആയിരിക്കും. ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതായിരിക്കും? കോമൺ ടാഗ് ആണ് വില്യു. തന്നിരിക്കുന്നത് ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ടാഗ് എഴുതാം കുട്ടികളെ? വില്യു ടാഗ് എഴുതാം. സെന്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ ഓക്സിലറിയോ ഒന്നും നോക്കാൻ നിൽക്കേണ്ട, വില്യു ടാഗ് എഴുതുക. കോമൺ ടാഗ് ആണ്. നോക്കി എങ്ങനെയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റഡി വെൽ ടാഗ് എങ്ങനെ പറയാടോ? നമുക്ക് സ്റ്റഡി എന്ന് പറയുന്ന വെർബിൽ തുടങ്ങിയിരിക്കുന്നു, ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അവിടെ വില്യു ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു കുട്ടികളെ? വില്യു ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് എന്ന് പറയുന്ന വാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ടാഗ് എങ്ങനെ വരുന്നു? അവിടെയും വില്യു ടാഗായിട്ട് വരുന്നു. എന്ത് വരുന്നു? വില്യു ടാഗായി വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്. ബ്രിങ് എന്ന് പറയുന്നത് വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് അല്ല എന്താണ്? ഇമ്പരേറ്റീവ് സെന്റൻസ്. ടാഗ് ഏത് പറയാം? വില്യു. ടാഗായിട്ട് വരുന്നത് വില്യു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹാവ് സം മോർ കോഫി. ഹാവ് സം മോർ കോഫി. ഹാവ് സം മോർ കോഫി. ഹാവ് എന്ന് പറയുന്നത് ഇവിടെ വേർബായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ടാഗ് എങ്ങനെ പറയാം? വില്യു ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വില്യു ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. പ്ലീസ് സിങ് എ സോങ്. പ്ലീസ് സിങ് എ സോങ്. നമുക്ക് പ്ലീസ് എന്ന് പറയുന്ന വാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസിനെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വില്യു നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വില്യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറഞ്ഞു? വില്യു ആണ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാന്ന് പറഞ്ഞു? വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഇമ്പരേറ്റീവ്. ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വില്യു. മറ്റൊരു ചോദ്യം നോക്കിയേ. ഡോണ്ട് മേക്ക് എനി നോയ്സ്. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ് ഇമ്പരേറ്റീവ് ആണ്. അവിടെ എന്ത് പറയാം? വില്യു. വില്യു ടാഗായിട്ട് വരുന്നു. പ്രത്യേകം എടുത്തു വെച്ച് പഠിക്കുക. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ്, ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് വില്യു ആയിരിക്കും. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാ? വില്യു ആയിരിക്കും. പഠിച്ചു വെച്ചോണേ. ഡോണ്ട്, ഒരു സെന്റൻസ് ഡോണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ഉത്തരം വില്യു ആയിരിക്കും. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് എല്ലാം വില്യു ആണ്. എന്നാൽ ഈ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ഈ വില്യു ചില അവസരങ്ങളിൽ, നമ്മൾ പറഞ്ഞ വില്യു ചില അവസരങ്ങളിൽ എന്തായിട്ട് മാറാറുണ്ട്? വില്യുവിന് പകരം നമുക്ക് വോണ്ട് യു ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം കുട്ടികളെ? വോണ്ട് യു ഉപയോഗിക്കാം. അതുപോലെ കാണ്ട് യു ഉപയോഗിക്കാം. പറഞ്ഞ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? വില്യുവിന് പകരം ചിലപ്പോഴൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? വോണ്ട് യു അല്ലെങ്കിൽ കാണ്ട് യു ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കാം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. എന്നാൽ ഇമ്പരേറ്റീവ് സെന്റൻസ് ഒരു അനിവാര്യതയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കർശനമായി പാലിക്കേണ്ട കാര്യത്തെ സൂചിപ്പിച്ചാൽ, തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ്
ഉറപ്പായും ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വില്യുവിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? വോണ്ട് യു. കോമൺ ടാഗ് ആണ് വോണ്ട് യു ഉപയോഗിക്കാം. പറഞ്ഞ കാര്യം എന്താണ് കൂട്ടല്ലേ? തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് ഒരു അനിവാര്യത എന്ന് പറഞ്ഞാൽ ഉറപ്പായും ചെയ്യേണ്ട കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വില്യുവിന് പകരം നമുക്ക് എന്തുപയോഗിച്ച് പറയാം? വോണ്ട് യു ഉപയോഗിച്ചിട്ട് പറയാം. ഇനി നിങ്ങൾ ഓപ്ഷനിൽ വോണ്ട് യു ഇല്ല എങ്കിൽ എന്ത് തന്നെ എഴുതാം? വില്യു തന്നെ എഴുതാം. വില്യുവിന് പകരക്കാരനാണ് വോണ്ട് യു എന്ന് പറയുന്നത്. അപ്പം തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെന്റൻസ് ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ വില്യുവിന് പകരം നമുക്ക് എന്തുപയോഗിച്ച് പറയാം? വോണ്ട് യു ഉപയോഗിച്ചിട്ട് പറയാം. നോക്കിയേ എക്സാമ്പിള്. ഡ്രൈവ് കെയർഫുള്ളി. ഉറപ്പായും ചെയ്യേണ്ട കാര്യമല്ലേ? കർശനമായും ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വോണ്ട് യു അവിടെ ടാഗായിട്ട് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം കുട്ടികളെ? വോണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യം നോക്കിയേ. സിറ്റ് ഡൗൺ എന്ന് പറയുന്നത് ഉറപ്പായും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അധ്യാപകൻ പറയുന്നത് സിറ്റ് ഡൗൺ. അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. കർശനമായി പാലിക്കേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം? വോണ്ട് യു ടാഗായിട്ട് പറയാം. വോണ്ട് യു ഇല്ല എങ്കിൽ നമുക്ക് എന്ത് തന്നെ എഴുതാം? വിൽ യു തന്നെ എഴുതാം. ഇനി അടുത്ത് നോക്കിയേ. യു വിൽ കം. നീ ഉറപ്പായും വരണം. നീ വരണം. അല്ലെ അവിടെ എന്ത് പറയുന്നു? കർശനമായി പാലിക്കേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം കുട്ടികളെ? വോണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പറഞ്ഞത് ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വിൽ യു ആണ്. ഇനി വിൽ യു ചില അവസരങ്ങളിൽ വോണ്ട് യു കാണ്ട് യു ആകും എന്ന് പറഞ്ഞു. ഇനി വോണ്ട് യുവിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പഠിച്ചത്. കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? വിൽ യുവിന് പകരം വോണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. അടുത്ത കാണ്ട് യുവിൻ്റെ കാര്യമാണ്. കാണ്ട് യു ഒന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ ഇമ്പരേറ്റീവ് സെന്റൻസ് ഒരു അസഹിഷ്ണുതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, അതായത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ എന്ത് പറയാം? കാണ്ട് യു. വില്യുവിന് പകരം എന്ത് ഉപയോഗിക്കാം കുട്ടികളെ? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യം. നമുക്ക് ഇനി അടുത്തൊരു അടി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള തരത്തിലുള്ള സെന്റൻസ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം കുട്ടികളെ? കാണ്ട് യു പറയാം. ഐ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യുന്നൂടെ? വളരെ ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സെന്റൻസ് പറയുന്നതെങ്കിൽ കാണ്ട് യു പറയാം. എന്നാൽ ഇമ്പരേറ്റീവ് സെന്റൻസ് അസഹിഷ്ണുത, ആ വാക്കുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് ഓർത്താലും മതി. അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ വില്യുവിന് പകരം എന്ത് ഉപയോഗിക്കുക? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കുക. നോക്കിയ ചോദ്യം എങ്ങനെയാണ്? സ്റ്റോപ്പ് നോൺസെൻസ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. കണ്ടല്ലോ? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഈ വിഡ്ഢിത്തനം ഒന്ന് നിർത്തൂ. അല്ലേ? ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ പറയാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്ടായി? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യം നോക്കിയേ. ഷട്ട് യുവർ മൗത്ത്. ഷട്ട് യുവർ മൗത്ത്. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതുകൊണ്ടല്ലേ വാടയ്ക്കാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ടാഗ് പറയാം? കാണ്ട് യു ടാഗായിട്ട് പറയാം. കാണ്ട് യു ടാഗായിട്ട് പറയാം. കീപ് ക്വയറ്റ്. മിണ്ടാതിരിക്കാൻ പറയുന്നത്. കീപ്പ് ക്വയറ്റ്. അസഹിഷ്ണുത, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ കാര്യമായതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് കുട്ടികളെ? ഇപ്പോൾ പഠിച്ചത് ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗിനെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ മനസ്സിലാക്കാം ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെന്ന്? വെർബ് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെന്റൻസുകൾ. അല്ലേ? ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ കോമൺ ടാഗ് ഏതാണെന്ന് പറഞ്ഞു? വിൽ യു ആണെന്ന് പറഞ്ഞു. എന്നാൽ ഡോണ്ട് പ്രത്യേകിച്ച് എടുത്തു വെച്ച് പഠിച്ചോണം കേട്ടോ. നിങ്ങൾ ഈ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കർശനമായി പാലിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ കാണ്ട് യു എഴുതി വയ്ക്കുക. അതുകൊണ്ടാണ് ആ ഡോണ്ടിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് എന്ത് തന്നെയാണ്? വിൽ യു തന്നെയാണ്. അടുത്ത് നമ്മൾ അടുത്ത് പറഞ്ഞെന്താ? വിൽ യുവിന് പകരം ഈ ഏതൊക്കെ ടാഗ് ഉപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം, അതുപോലെ കാണ്ട് യു ഉപയോഗിക്കാം. വിൽ യുവിന് പകരം എന്തൊക്കെ ഉപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം, കാണ്ട് യു ഉപയോഗിക്കാം. ഒന്നാമത് പറഞ്ഞത് കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അനിവാര്യതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തുപയോഗിക്കുക? വോണ്ട് യു ടാഗും. അസഹിഷ്ണുത, അതായത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ വിൽ യുവിന് പകരം എന്തുപയോഗിക്കാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. വിൽ യുവിന് പകരം ഏത് ഉപയോഗിക്കാം? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കാം. ക്ലിയർ ആയോ? ഇമ്പരേറ്റീവ് സെന്റൻസ് കോമൺ ടാഗുകളാണ്, മറക്കരുത്. അടുത്ത് നോക്കിയേ. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗമാണിത്.
നോക്കിയേ, ലെറ്റിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗിനെ കുറിച്ചാണ് പറയുന്നത്. ലെറ്റിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് നമുക്ക് അറിയാവുന്നതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ ടാഗുകളിൽ വ്യത്യാസം വരുന്നതും കൂടെ ഒന്ന് പഠിച്ചാൽ മതി. നോക്കിയേ, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ കോമൺ ടാഗാണ്. ഇവിടെയും കോമൺ ടാഗാണ്. സെന്റൻസ് നോക്കി അങ്ങ് ടാഗ് എഴുതിയാൽ മാത്രം മതി. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട. ഇത്തരത്തിലുള്ള വാക്കുകളുണ്ടെങ്കിൽ ഇന്നതാണ് ടാഗ്, ഇത്രേ ഉള്ളൂ. നോക്കിയേ, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ കോമൺ ടാഗ് ഷാൾ ബി ആണ്. ലെറ്റ്സ് ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ കോമൺ ടാഗ് ഏതാണ് കൂട്ടല്ലേ? ഷാൾ ബി ആണ്. ലെറ്റ്സ് ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഷാൾ ബി. എന്നാൽ ലെറ്റസ് വരുന്ന സെന്റൻസിനകത്ത് പ്ലീസ് എന്ന വേർഡ് ഉണ്ടാന്ന് നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ. ലെറ്റസ് വരുന്ന സെന്റൻസിൽ എവിടെയെങ്കിലും സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളിലോ അവസാന ഭാഗങ്ങളിലോ എവിടെയെങ്കിലും പ്ലീസ് എന്ന വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാൾ ബി എഴുതരുത്. എന്തെഴുതുക? വിൽ യു ഉത്തരമായിട്ട് എഴുതും. കാരണം പ്ലീസ് വരുന്ന സെന്റൻസ് എല്ലാം എന്തായിട്ട് മാറും കൂട്ടല്ലേ? ഇമ്പരേറ്റീവ് സെന്റൻസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് പറയണം? വിൽ യു ആണ് ടാഗ്. അതൊന്ന് ശ്രദ്ധിച്ചേ. ലെറ്റസിൽ വരുന്ന സെന്റൻസുകളുടെ ടാഗ്, ലെറ്റസിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ എൻ്റെ ടാഗ് ഏതാണ്? ഷാൾ ബി ആണ്. എന്നാൽ ഒരു സെന്റൻസ് ലെറ്റ്സിൽ അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഷാൾ ബി തന്നെ എഴുതാൻ പാടില്ല. ആ സെന്റൻസിൽ എവിടെയെങ്കിലും പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഷാൾ ബിക്ക് പകരം എന്ത് എഴുതണം? വിൽ യു എഴുതണം. അടുത്ത് നോക്കിയേ, ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് വിൽ യുവും പറയാം ഷാളയും പറയാം. ഷാളയെ അധികം ചോദിച്ചിട്ടില്ല, ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ളത് വിൽ യു ആണ്. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ യു ഉത്തരം പറയുക. അതില്ല എങ്കിൽ ഷാള എഴുതാം. വിൽ യു അല്ലെങ്കിൽ ഷാള എഴുതാം. എന്നാൽ ലെറ്റ് മീ പ്ലീസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ലെറ്റ് മീ പ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ വിൽ യു ആണ് ഉത്തരം. ഷാള എഴുതരുത്, വിൽ യു മാത്രം. ലെറ്റ് മീ കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലീസ് ഒക്കെ വരുന്ന സെന്റൻസിലെല്ലാം വിൽ യു തന്നെയായിരിക്കും ഉത്തരം. ഉത്തരം ഏതിലേക്ക് വരുന്നു കൂട്ടരെ? വിൽ യു. ഒന്ന് പറഞ്ഞേ, ലെറ്റസ് വരുന്ന സെന്റൻസുകൾ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ഉത്തരം ഏതെഴുതുക? ഷാൾ ബി ആണ്. ലെറ്റസ് വരുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിൽ യു ഉപയോഗിക്കുക. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ വിൽ യു ഉപയോഗിക്കാം. അതില്ല എങ്കിൽ ഷാള ഉപയോഗിക്കാം. എന്നാൽ ലെറ്റ് മീ പ്ലീസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ വിൽ യു മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നോക്കിയേ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ഏതൊക്കെ വാക്കുകളാണ് ഒന്ന് പറഞ്ഞ്? ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അവയുടെ ടാഗ് വിൽ യു ആണ്. അവയുടെ ടാഗ് ഏതാണ് കൂട്ടല്ലേ? വിൽ യു ആണ്. ഒന്നും കൂടെ പറഞ്ഞേ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് വിൽ യു ആണ്. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ലെറ്റ് ഹിം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലെറ്റ് ഹെർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലെറ്റ് ദം കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ലെറ്റ് ഹിം പ്ലീസ്, ലെറ്റ് ഹെർ പ്ലീസ്, ലെറ്റ് ദം പ്ലീസ് എന്നിവ വന്നാൽ ഉത്തരം എന്ത് തന്നെയാണ് കൂട്ടല്ലേ? വിൽ യു ഉത്തരമായിട്ട് എഴുതാം. ഇപ്പൊ ലെറ്റ് വരുന്ന സെന്റൻസുകളെ ടാഗ് ഒന്ന് ഉറച്ച് എന്നോടൊപ്പം പറഞ്ഞേ. ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളെ ടാഗ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഷാൾ ബി ആണ്. ലെറ്റസ് വരുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതുക? വിൽ യു ഉത്തരമായിട്ട് എഴുതുക. ലെറ്റ് മീ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ വിൽ യു എഴുതാം. അതില്ല എങ്കിൽ ഷാള എഴുതാം. ലെറ്റ് മീ പ്ലീസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ വിൽ യു മാത്രമാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ലെറ്റ് ഹിമ്മലോ ലെറ്റ് ഹെർ, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ വിൽ യു ഉത്തരമായിട്ട് വരുന്നു. എന്നാൽ ലെറ്റ് ഹിം പ്ലീസ്, ലെറ്റ് ഹെർ പ്ലീസ്, ലെറ്റ് ദം പ്ലീസ് എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ വിൽ യു ഉത്തരം. മറക്കൂലല്ലോ, വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ കുട്ടികൾക്കും അറിയാമെന്നുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും കുട്ടികളെ പൊതുവെ തെറ്റിക്കാറാണ് പതിവ്. കാരണം അതിനകത്ത് വരുന്ന എക്സെപ്ഷൻസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. എങ്ങനെ വേണോ ചോദ്യങ്ങൾ വരാം. നോക്കിയേ, ഒന്ന് ചോദ്യങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് അസ് ഗോ ഫോർ എ മൂവി. ലെറ്റ് അസ് ഗോ ഫോർ എ മൂവി. ടാഗ് എന്ന് പറഞ്ഞാൽ നോട്ടില്ലേ, നമുക്ക് അണ്ടർലൈൻ ചെയ്ത് എഴുതി തന്നെ പോകണം കേട്ടോ. ലെറ്റ് അസിൽ തുടങ്ങുന്ന സെന്റൻസ് പ്ലീസ് ഒന്നും വന്നിട്ടില്ല. ഉത്തരം ഏതാ? ഷാൾ ബി. അത്രേ ഉള്ളൂ. ഷാൾ ബിയോട് ഉത്തരമായിട്ട് വരുന്നു. ലെറ്റസ് തുടങ്ങി കഴിഞ്ഞാൽ ഷാൾ ബി. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെറ്റസ് പ്ലീസ് സിംഗ് എ സോങ്. കണ്ടല്ലോ, ലെറ്റസ് വന്നു. കുട്ടികൾ ആദ്യത്തെ ഓപ്ഷൻ ഷാൾ ബി ആണ് കിടക്കുന്നത്. ഈ ലെറ്റസ് കണ്ട ഉടനെ പല കുട്ടികളും ലെറ്റസ് കണ്ട ഉടനെ വളരെ സന്തോഷിച്ച് ഷാൾ ബി എഴുതി വയ്ക്കും. പക്ഷെ അതിനകത്ത് ഒരു പ്ലീസ് കിടക്കുന്നുണ്ടോ? ചിലപ്പോൾ ഈ പ്ലീസ് ഒക്കെ ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്, ശ്രദ്ധിക്കൂല. പ്ലീസ് വന്നുകൊണ്ട് അവിടെ ഷാൾ ബി എഴുതാൻ പറ്റുമോ? ഇല്ല. വിൽ യു ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് വരുന്നു കൂട്ടില്ലേ? വിൽ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു.
ലെറ്റ് us പ്ലീസ് സിംഗ് എ സോങ്. വിൽ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസ്. ലെറ്റ് മീയിൽ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് എഴുതാം? വിൽ യു എഴുതാം, അല്ലെങ്കിൽ ഷാൾ ഐ എഴുതാം. നമുക്കപ്പോൾ വിൽ യു ഏതോണം എഴുതാം, വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐ അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെറ്റ് ഹിം സിംഗ് എ സോങ്. ലെറ്റ് ഹിം സിംഗ് എ സോങ്. നോക്ക്, ലെറ്റ് ഹിമ്മിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഉത്തരം ഏത് വരുന്നു കൂട്ടിലെ? വിൽ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? വിൽ യു. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെറ്റ്സ് മീറ്റ് ഹിം. ലെറ്റ്സ് മീറ്റ് ഹിം. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് തുടങ്ങി കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കൂട്ടിലെ? ഷാൾ വി ആണ്. നമുക്ക് പ്ലീസ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതെഴുതാം? ഷാൾ വി. ഷാൾ വി അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, ആ ലെറ്റ്സ് വരുന്ന സെന്റൻസുകളുടെ ടാഗ് എത്രയൊന്ന് പറഞ്ഞേ. ലെറ്റ്സ് ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറഞ്ഞു കൂട്ടിലെ? ഷാൾ വി ആണ്. എന്നാൽ ലെറ്റ്സ് ലെറ്റസ് വരുന്ന സെന്റൻസുകളിൽ പ്ലീസ് എന്ന വേർഡ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഷാൾ വി എഴുതാൻ പാടുണ്ടോ? ഇല്ല. പകരം എന്ത് എഴുതണം? വിൽ യു എഴുതണം. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാണ് കൂട്ടലെ? വിൽ യു എഴുതാം, അല്ലെങ്കിൽ ഷാൾ ഐ എഴുതാം. ഇനി ലെറ്റ് മീ വരുന്ന സെന്റൻസുകളിൽ പ്ലീസ് എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതാൻ പറ്റില്ല? ഷാൾ ഐ എഴുതരുത്, വിൽ യു മാത്രം അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത് നോക്കിയേ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഉത്തരം ഏത്? വിൽ യു. ഇനി ലെറ്റ് ഹിം പ്ലീസ്, ലെറ്റ് ഹെർ പ്ലീസ്, ലെറ്റ് ദം പ്ലീസ് വന്നാലും വിൽ യു ആണ് ഉത്തരം. ക്ലിയർ ആണല്ലോ? ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ടാഗ് ഏതാണെന്ന് പറഞ്ഞു കൂട്ടില്ല, ഒന്ന് പറഞ്ഞേ. വിൽ യു ആണ്. ഇനി വിൽ യു ഏതൊക്കെ അവസരത്തിൽ ഓണ്ടിയും കാണ്ടിയോ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓണ്ടിയോ എഴുതുന്നത് കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഓണ്ടിയു, അസഹിഷ്ണുത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കാണ്ടിയു. രണ്ട് ടൈപ്പ് മനസ്സിലായോ?